പൂവ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിക്കണ? നല്ല രസമല്ലേ ഈ പൂവ് കാണാൻ? വേറെ എന്തെങ്കിലും പൂവല്ലട്ടത്? ഉള്ളിത്തൂമ്പില്ലേ, ഉള്ളിത്തൂമ്പ് അതിൻ്റെ പൂവാണേ. കുറേ കാലമായിട്ട് തന്നെ ഉള്ളിത്തൂമ്പ് തിന്നിട്ട്. അപ്പോൾ ഞാൻ ഈ കടയ്ക്ക് മുട്ട വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഉള്ളിത്തൂമ്പ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വിചാരിച്ചു ഉള്ളിത്തൂമ്പ് വാങ്ങിയാൽ ഉപ്പേരി വെക്കാമെന്ന്. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞെന്നാണ് കേട്ടോ, ഇവിടുത്തെ അടുത്തുള്ള കാക്ക പറഞ്ഞെന്നാണ് ഉള്ളിത്തൂമ്പ് ഉണ്ടാക്കേണ്ട വിധം കേട്ടോ. അങ്ങനെ ഉള്ളിത്തൂമ്പ് ഉമ്മൊക്കെ ഉണ്ടാക്കി തന്നിക്കണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ ഉള്ളിത്തൂമ്പൊക്കെ അതാ ഞാൻ ചെറുതായി കുനുകുന അങ്ങനെ അരിയുണ്ട് കേട്ടോ. ആ ഉള്ളിത്തൂമ്പ് ഉള്ളിയുടെ പോലെ തന്നെയാണ്, ഭയങ്കര എരിയല, കണ്ണിന്നൊക്കെ വെള്ളം പൊട്ടി. ഇങ്ങോട്ട് ഒരു ചട്ടി വെക്കുക, അതിൽ കുറച്ച് എണ്ണ, ഇല്ലാത്ത വെളിച്ചെണ്ണ കുപ്പിന്ന് അങ്ങനെ പീച്ച് വെച്ചെടുക്കട്ടെ. ഇങ്ങോട്ട് നമ്മൾ കുഞ്ഞുള്ളി ഇല്ലേ, ചെറിയ ഉള്ളി, അത് കുറച്ച് ഇട്ടെടുക്കട്ടോ. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഈ ഉള്ളിത്തൂമ്പ് ഉണ്ടല്ലോ, അത് ഇട്ടെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ അത് വെന്ത് വരുമ്പോൾ അതിക്ക് 2 മുട്ടയും കൂടി ഉടച്ച് ചേർക്കുക. നിങ്ങളൊക്കെ അവിടെ ഇതിന് ഉള്ളിത്തൂമ്പ് തന്നെയാണ് പറയൽ, ഇവിടെ ഉള്ളിത്തൂമ്പ് എന്നാട്ട് പറയൽ, ഞങ്ങളവിടെ ഉള്ളിത്തൂമ്പ് എന്നാണ് പറയൽ. നിങ്ങളവിടെ എന്താണ് പറയലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉള്ളിത്തൂമ്പ് ഇതേപോലെ പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കും, അതേപോലെ എമ്മ ഉണ്ടാക്കി തരല്, പരിപ്പൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ഇപ്പോൾ ഈ ഉള്ളിത്തൂമ്പിൻ്റെ റെസിപ്പി ഇതാ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.